കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ എൻ.ഡി.എ സ്ഥാനാർത്ഥി ഡോക്ടർ എൻ പ്രതാപ് കുമാറിന്റെ റോഡ് ഷോ പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി എം മനോജ് ചേരുകയാണ്. മനോജ്, കൊല്ലത്തെ നിയമസഭാ മണ്ഡലത്തിൽ എൻ.ഡി.എ സ്ഥാനാർത്ഥി ഡോക്ടർ എൻ പ്രതാപ് കുമാറിന്റെ റോഡ് ഷോ എത്രത്തോളം ആവേശകരമായി പുരോഗമിക്കുകയാണ്? കെ.പി. കൊല്ലം മണ്ഡലത്തിലെ ഇത്തവണത്തെ എൻ.ഡി.എ സ്ഥാനാർത്ഥി ഡോക്ടർ എൻ പ്രതാപ് കുമാറാണ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ റോഡ് ഷോയാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. എന്തായാലും മണിക്കൂറുകളായി കൊല്ലത്തിന്റെ നഗരവീഥികളിലൂടെ തന്നെ അദ്ദേഹം ഈ വോട്ട് അഭ്യർത്ഥിച്ച് പോവുകയാണ്. ഓരോ ജനങ്ങളെയും കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. എന്തായാലും കൊല്ലത്ത് ഇത്തവണ ഒരു മാറ്റം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് അദ്ദേഹവും ബി.ജെ.പിയുടെ ജില്ലാ നേതൃത്വവും വ്യക്തമാക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊല്ലം നഗരത്തിൽ ഏറെക്കാലമായി തന്നെ ജനങ്ങൾ അനുഭവിച്ചു വരുന്ന ഒരു വികസന മുരടിപ്പ് അത് തന്നെയാണ് എവിടെ പോയാലും നമുക്ക് ജനങ്ങളുടെ ഭാഗത്തു നിന്നും അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇത്തവണ അതിനൊരു മാറ്റം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ബി.ജെ.പി നേതൃത്വം വ്യക്തമാക്കുന്നത്. ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥികളെയാണ് വിവിധ മണ്ഡലങ്ങളിലായി ബി.ജെ.പി നിശ്ചയിച്ചിട്ടുള്ളത്. എന്തായാലും നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന്റെ റോഡ് ഷോ ആണ്. ഇപ്പോൾ നാഷണൽ ഹൈവേയിലൂടെ അദ്ദേഹത്തിന്റെ വാഹനം എത്തിയിരിക്കുന്നു. നിരവധി പ്രവർത്തകർ മുൻപിലും പിൻപിലുമായി അദ്ദേഹത്തിന്റെ വാഹനത്തിനോടൊപ്പം കൊണ്ടുവരുന്നതാണ്. എന്തായാലും ഈ ഒരു നിമിഷം, അതായത് ജനങ്ങൾക്ക് നൽകുന്ന പ്രതീക്ഷ തന്നെയാണ് എൻ.ഡി.എ. ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥികളെ എൻ.ഡി.എ മുന്നോട്ട് വെക്കുന്നുണ്ട്. വിവിധ മണ്ഡലങ്ങളിലായി തന്നെ ഈ പ്രചരണവും പുരോഗമിക്കുന്നുണ്ട്. കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം ഏറെക്കാലമായി ജനങ്ങൾ പങ്കുവെക്കുന്ന ഒരു വിവരം തന്നെയാണത്. അതായത് എൻ.ഡി.എ സംബന്ധിച്ച് കൂടുതൽ പ്രതീക്ഷ നൽകുന്നതാണ് ജനങ്ങൾക്ക്. എന്തായാലും ഈ ഒരു പ്രചരണ യാത്ര മുന്നോട്ട് നീങ്ങുകയാണ്. ഈ സന്ധ്യാസമയത്ത് ജനങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങുകയാണ് സ്ഥാനാർത്ഥി. എന്തായാലും സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നമ്മളോട് പറഞ്ഞിരുന്ന വലിയൊരു പ്രതീക്ഷ അദ്ദേഹം നമ്മളോടൊപ്പം ചേരുകയാണ്. എന്തായാലും പ്രചരണത്തിന്റെ ആദ്യഘട്ടം ജനങ്ങളിൽ നിന്നും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പ്രതികരണം തന്നെയാണ് ലഭിക്കുന്നത്. അതിനെയാണ് വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്നും ലഭിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് നിരവധിയായിട്ടുള്ള പ്രവർത്തകരെ കാണാൻ സാധിക്കും. ഈ റോഡിലൊക്കെ തന്നെ വിവിധ ഇടങ്ങളിൽ നിന്ന് എത്തിയ പ്രവർത്തകർ, കൊല്ലം മണ്ഡലത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് എത്തിയ ബി.ജെ.പി പ്രവർത്തകരാണ് ഈ പ്രചരണത്തിന്റെ ഭാഗമാകുന്നത്. ഈ വാഹനത്തിന്റെ മുമ്പിലും പിമ്പിലും ഒക്കെ നിരവധിയായിട്ടുള്ള വാഹനങ്ങൾ അങ്ങനെ അണിനിരക്കുന്നുണ്ട്. ഈ വാഹന പ്രചരണ ജാഥ വളരെയേറെ ആവേശത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായി നിരവധി ജനങ്ങളും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് വളരെ ആവേശകരമായിട്ടുള്ള ഒരു മത്സരം തന്നെയായിരിക്കും. മൂന്ന് മുന്നണികളും രംഗത്തിറക്കിയിട്ടുള്ള സ്ഥാനാർത്ഥികൾ, അതിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഡോക്ടർ എൻ പ്രതാപ് കുമാർ തന്നെയാണെന്ന് ബി.ജെ.പി നേതൃത്വം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അതിന് കാരണവുമുണ്ട്. അതായത് ആതുര സേവന രംഗത്ത് വളരെയേറെ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച അദ്ദേഹം ഇപ്പോൾ സജീവമായി ജനങ്ങൾക്കിടയിലുണ്ട്. അത് തന്നെയാണ് സ്ഥാനാർത്ഥിയാവാൻ അദ്ദേഹത്തിനെ പ്രാപ്തനാക്കിയത്. എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കൊല്ലം ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിലായി നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ വാഹന പ്രചരണ ജാഥയും മുന്നോട്ട് പോകുന്നത്. കൊല്ലത്തിനും എം മനോജാണ് വിവരങ്ങൾ നൽകിയത്.